ഇന്ന് ഈ വീഡിയോയിലൂടെ പപ്പായ എന്ന ഫലത്തിന്റെ ഗുണങ്ങളെ നമുക്ക് വിലയിരുത്താം. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു ഫലമാണ് പപ്പായ. പല നാട്ടിലും ഇതിന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നല്ല മധുരമായ ഈ ഒരു ഫലം ഏവർക്കും പ്രിയപ്പെട്ടത് തന്നെയാണ്. മാത്രമല്ല, പഴുക്കാത്ത പപ്പായ നല്ല സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കുവാനും ഉപയോഗിക്കുന്നു. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവ നമ്മുടെ ചർമ്മത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ അകറ്റുവാനും സഹായിക്കുന്നു. ഇനി പപ്പായ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഗുണങ്ങളെ പറ്റി നോക്കാം. ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും നമ്മളെ സുരക്ഷിതരാക്കുന്നു. നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. എന്നും രാവിലെ പപ്പായ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിനും അതുപോലെ നമ്മുടെ ചർമ്മത്തിന്റെ സംരക്ഷണത്തിനും വളരെ ഉപയോഗപ്രദമാക്കുന്നു. മാത്രമല്ല, ഡയബറ്റീസ്, ക്യാൻസർ, ഡെങ്കു ഫീവർ എന്നീ രോഗാവസ്ഥകൾക്കും വളരെ ഫലപ്രദമാണ് എന്നും ശാസ്ത്രപരമായി തെളിഞ്ഞിരിക്കുന്നു. നമ്മുടെ ചർമ്മത്തിന്റെ മോയ്സ്ചർ അഥവാ ഈർപ്പം നിലനിർത്തുവാനും കറുത്ത പാടുകളെ അകറ്റുവാനും തിളക്കമുള്ള ചർമ്മം നേടിയെടുക്കുവാനും പപ്പായ വളരെ ഫലപ്രദമാണ്. ഇനി നമുക്ക് കുറച്ച് പപ്പായ കൊണ്ടുള്ള ഫേസ് പാക്കുകൾ പരിചയപ്പെടാം. നല്ല പഴുത്ത പപ്പായയിൽ അല്പം തേൻ, തൈര്, പിന്നെ കുറച്ച് നാരങ്ങാനീരും സമാസമം എടുത്ത് കൂട്ടി യോജിപ്പിച്ച് മുഖത്തിടാവുന്നതാണ്. ഇനി നാരങ്ങാനീര് ചർമ്മത്തിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി പപ്പായ കൊണ്ട് ഒരു സ്ക്രബാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ കുറച്ച് പഴുത്ത പപ്പായ എടുക്കുക. അതിന്റെ കൂടെ കടലമാവും കുറച്ച് തൈരും കൂട്ടിച്ചേർത്ത് ഒരു ക്രീമിന്റെ രൂപത്തിലാക്കി സർക്കുലർ മോഷനിൽ അഥവാ വൃത്ത ആകൃതിയിൽ മുഖത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓർക്കുക, സാവധാനവും വളരെ മൃദുലവുമായ രീതിയിൽ വേണം ഈ ഒരു സ്ക്രബ് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുവാൻ. ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മുഖം കഴുകാവുന്നതാണ്. ഇനി ഇതിനൊന്നും താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പപ്പായ മുറിച്ച് അത് മുഖത്ത് ഡയറക്റ്റ് ആയിട്ട് തേക്കാവുന്നതാണ്. ഒന്ന് ശ്രദ്ധിക്കുക, എടുക്കുന്ന പപ്പായ യാതൊരു വിധത്തിലും കേടുപാടുകൾ ഉള്ളവയായിരിക്കരുത്. ശുദ്ധമായ പപ്പായ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ആൺപെൺ വ്യത്യാസമില്ലാതെ ഉപയോഗിക്കുവാൻ കഴിയുന്ന ഈ പപ്പായ നമ്മുടെ നാട്ടിലെങ്ങും സുലഭമാണ്. നിങ്ങളുടെ സ്ഥലത്ത് പപ്പായ എന്ന ഈ ഫലത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ഒന്ന് കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കുഞ്ഞ് ഇൻഫോർമേറ്റീവ് വീഡിയോസുകൾക്കായി ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.